ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിൽ ഇങ്ങനത്തെ മനസ്സിലുള്ളവരുണ്ടോ? സത്യഭാമയെ പോലുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്ര വികൃതമാണ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ വികൃതമായിട്ടുള്ള മനസ്സ് കേരളത്തിൽ ഒരിക്കലും വിലപ്പോവില്ല എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയാം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള വംശീയ പരാമർശങ്ങളെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇതില് ഒരു സംഘപരിവാറിന്റെ അജണ്ട ഇതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാതെ കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചതുകൊണ്ടൊന്നും BJPയുടെ ഈ പാവക്കറ കളയാൻ കഴിയില്ല. ഇന്ന് ഉല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള നടപടി എങ്ങനെയാണ്? അത് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് ED സ്വീകരിക്കുന്നത്. ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന നേരത്താണ് ഇങ്ങനെ ഒരു അറസ്റ്റ്. ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നലെ കോഴിക്കോട് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പരിപാടി, അതായത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി കോൺഗ്രസിനെയാണ് ആഞ്ഞടിക്കുന്നത്, പ്രധാനമന്ത്രിക്കെതിരെ മൗനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ BJPയുടെ പതിപ്പാണ് പിണറായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു യോഗത്തിൽ പോലും മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന ഈ സംഘപരിവാർ മനസ്സിലുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലേക്ക് എടുക്കില്ല. അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടിയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റ് അദ്ദേഹം കാണിക്കാം. കോൺഗ്രസിന്റെ ഔദാര്യത്തിലാണ് രാജസ്ഥാനിൽ മത്സരിക്കുന്നത്. അവരാണ് ഇവിടെ വന്ന് പിച്ചും വേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.